നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങൾ ആരാണ്? നമ്മുടെ പ്രത്യക്ഷ ദൈവങ്ങൾ ആരാണെന്നറിയാമോ? പ്രത്യക്ഷ ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവങ്ങൾ ആരാണെന്നറിയാമോ? കാണപ്പെട്ട ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മുടെ അമ്മയും അച്ഛനുമാണ് ഓരോ വ്യക്തിയുടെയും പ്രത്യക്ഷ ദൈവങ്ങൾ അല്ലെങ്കിൽ കാണപ്പെട്ട ദൈവങ്ങൾ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രാഥമിക വിദ്യാലയം ഏതാണ്? ഒരു വ്യക്തിയുടെ പ്രാഥമിക വിദ്യാലയം ഏതാണെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും പ്ലേ സ്കൂളാണെന്ന് പറയും, അല്ലെങ്കിൽ LP സ്കൂളാണെന്ന് പറയും. ഒന്നുമല്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രാഥമിക വിദ്യാലയം എന്ന് പറഞ്ഞാൽ അയാളുടെ ഭവനമാണ്, അയാളുടെ വീടാണ്. ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് എവിടെ നിന്നാണ്? അയാളുടെ ഭവനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്നുമാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ആദ്യത്തെ ഗുരുനാഥന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ആര് തന്നെയാണ്? അയാളുടെ മാതാപിതാക്കളാണ്. മാതാവും പിതാവും, മാതാവുമുണ്ട് പിതാവുമുണ്ട്. നമ്മുടെ അമ്മയും അച്ഛനും. അപ്പം നമ്മൾ അമ്മയെ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ആരെയാണ് വിളിക്കുന്നത്? സാക്ഷാൽ ഈശ്വരനെ തന്നെയാണ് വിളിക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ പെട്ടെന്ന് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു, അല്ല പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് പേടിച്ച് നമ്മൾ എന്ത് വിളിക്കും? എൻ്റെ അമ്മേ അല്ലെങ്കിൽ എൻ്റെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? സാക്ഷാൽ ഈശ്വരനെയാണ് വിളിക്കുന്നത് കേട്ടോ. നമ്മൾ അമ്മയെ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ആരെയാണ് വിളിക്കുന്നത്? സാക്ഷാൽ ഈശ്വരനെ തന്നെയാണ് വിളിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ അമ്മയും അച്ഛനും മാതാവും പിതാവും, ഈ മാതാവുണ്ട് പിതാവുണ്ട്, ഇവരിൽ കൂടുതൽ പ്രാധാന്യം ആർക്കാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? ചിലർ പറയും അമ്മ എന്ന് പറയും, ചിലർ പറയും അച്ഛൻ എന്ന് പറയും. അമ്മയ്ക്കാണോ കൂടുതൽ പ്രാധാന്യം, അച്ഛനാണോ കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? അമ്മയ്ക്കും അച്ഛനും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുല്യ പ്രാധാന്യമാണ് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും തുല്യ പ്രാധാന്യമാണ് കേട്ടോ. അമ്മയ്ക്കാണോ കൂടുതൽ പ്രാധാന്യം, അച്ഛനാണോ കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിക്കുന്നത് ഏത് ചോദ്യത്തിനും തുല്യമാണ്. നമ്മളുടെ ഇടത് കണ്ണിനാണോ കൂടുതൽ പ്രാധാന്യം, വലത് കണ്ണിനാണോ കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അമ്മയ്ക്കും അച്ഛനും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുല്യ പ്രാധാന്യമാണ് കേട്ടോ. അമ്മയ്ക്ക് അമ്മ കൂടിയേ തീരൂ, അച്ഛന് അച്ഛൻ കൂടിയേ തീരൂ കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം തന്നെ എന്താണ്? ആ ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കുക. അതുപോലെ തന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. മാതാപിതാക്കളെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കളെ നമ്മൾ എന്ത് ചെയ്യണം? ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ എന്ത് ചെയ്യില്ല? നശിച്ചു പോയില്ലെന്നാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുക അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ എന്ത് ചെയ്യും? ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു മാതാപിതാക്കളും എന്ത് ചെയ്യില്ല? ഒരു കുട്ടിയെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും തിന്മയിലേക്ക് നയിക്കില്ലെന്നാണ്. നന്മയിലേക്ക് നയിക്കുന്നവരാണ് ആര്? മാതാപിതാക്കൾ. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക, അവരെ ബഹുമാനിക്കുക.